ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കപ്പങ്ങ കറി വെച്ചാൽ കപ്പങ്ങ അച്ചാർ ഇടുന്ന പോലെ വെക്കണേനെ. ഇച്ചിരി പുളിയൊക്കെ ഉണ്ടാവും, അപ്പോൾ പെട്ടെന്ന് വെക്കാം. അപ്പോൾ ഞാൻ കപ്പങ്ങ ഓൾറെഡി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും വേവിച്ച് ഊറ്റി കളയണ്ട. ഈ വേവിച്ച് ഊറ്റി കളയുമ്പോൾ അതിൽ പൊട്ടാസ്യം കുറയുമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ വേവിച്ച് ഊറ്റിയത്. അല്ലെങ്കിൽ വേവിച്ച് ഊറ്റിയൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കാം. ഇവിടെ പിന്നെ ഇച്ചിരി പൊട്ടാസ്യത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് വേവിച്ച് ഊറ്റിയത്. ആദ്യം കുറച്ച് കടുക് ആ കൂടെ ഉലുവ ഇടണം കേട്ടോ. അച്ചാർ പോലെയൊന്നും അല്ല, കടുക്, ഉലുവ, ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില. എനിക്ക് വേപ്പില ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ മസാലയുടെ കാര്യത്തിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനം ഇടണം കേട്ടോ. ആ കൂടെ കുറച്ച് പുളി പിഴിഞ്ഞ് കൂടെ ഇരിക്കണം. വാളംപുളി ഇല്ല, അത് പിഴിഞ്ഞ വെള്ളമാണ് നമ്മളിത് വേവിക്കാൻ എടുക്കണത്. പുളി വരണമല്ലോ, ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയാണ് വാളംപുളി പിഴിഞ്ഞ് വയ്ക്കുന്നത്. അതിട്ട് ഈ കപ്പങ്ങയും കൂടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റായിട്ട് കുറച്ച് ചാറ് കറി ആയിട്ടാണ് ഈ കറി വെക്കണേ. കുറച്ച് ചാറും ഉണ്ടാവും, എന്നാൽ നല്ല അച്ചാറിൻ്റെ ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു കറി ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ.